എന്തേ പോകുന്നില്ലേ? അതോ ഇവിടെ തന്നെ ഇരിക്കാനാണോ ഭാവം? എന്നെ പറഞ്ഞുവിടാൻ അത്രയ്ക്ക് തിടുക്കായോ? ഏയ് അതുകൊണ്ടല്ല. ഓഫീസ് വന്നിട്ട് ലേറ്റ് ആയാലേ നിന്റെ മരുമക്കൾ എന്തെങ്കിലുമൊക്കെ പറയും. നമ്മുടെ മാതാജിയല്ലേ. അതിന് അമ്മ എന്ത് പറയാനാ? അയ്യോ, മാതാജിയല്ല, മാ താ ചി, മായ താര ചിത്ര. അവരൊന്നും പറയില്ലെന്നേ. ഇനിയിപ്പോ പറഞ്ഞാ തന്നെ ഞാനതിന് സഹിച്ചു. എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ആ എങ്കിൽ ശരി, നീ അവിടെ പോയിരുന്നു. ആഹാ, അത് ശരി. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്ന് എന്നെ പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോ വീണ്ടും അങ്ങോട്ട് ഇരിക്കാനോ? അപ്പൊ നീ പോകുന്നില്ലല്ലേ? സാർ, ഇതാ കവർ. പൊയ്ക്കോ. ഏട്ടാ, എന്താ അതില്? ഏട്ടാ, അതിലെന്താന്ന്? ഇതോ കാണോ? ആ, കാണണം. ഇഷ്ടപ്പെട്ടോ? ഇതിപ്പോ എന്തിനിങ്ങനെ ഫ്രെയിം ചെയ്യിച്ചേ? ഇത് ആവശ്യമുണ്ട്. DK എന്നെ തെറ്റിദ്ധരിച്ചതിന്റെ സങ്കടമായിരുന്നു മനസ്സിനറിയാം. എവിടെയെങ്കിലും പോയി ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും തോന്നിയതാ. പക്ഷേ ജ്യോതി അത് മനസ്സിലാക്കി എന്റെ പിന്നാലെ വന്നു എന്നെ സരോവരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒടുവിൽ അമ്മയെ വിളിച്ചവിടെ വരുത്തി ഉത്തരവാദിത്തത്തോടെ എന്നെ അമരാവതിയിൽ തിരിച്ചെത്തിച്ചു. ഒരമ്മായിയമ്മയുടെ കടമകള് ജ്യോതി നിറവേറ്റി. എന്നാലും ഇപ്പോഴും എന്റെ ഉള്ളിൽ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട്. ആരാ ജ്യോതിക്ക് വിഷം കൊടുത്തത്? ഞാനത് ചെയ്തിട്ടില്ല. മായച്ചിക്ക് എന്നെ സംശയമുണ്ടോ? ഇല്ല മായച്ചി, അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ചതി ചെയ്തിട്ടില്ല. സത്യം. പിന്നെ ആരാ? നമ്മൾ ആരും അറിയാതെ ഈ വീട്ടിൽ കടന്നുവന്ന് ജ്യോതിക്ക് വിഷം നൽകിയ അജ്ഞാതനായ ഒരാൾ. ഒരു കാര്യം ഉറപ്പാ, ഈ വീട്ടിൽ ആരോ ഒരാള് ഇതിന് സഹായം നൽകിയിട്ടുണ്ട്. അതാരായാലും നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. എന്റെ കല്യാണം കാണാൻ കാത്തിരുന്നവരുടെ മുമ്പില് ഞാൻ അപമാനിതനായി, കോമാളിയായി. എന്റെ അമ്മ മരിച്ചു. നീ കാരണം DK. നീ കൊണ്ടുപോയ പെണ്ണിനെ എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ നിന്റെ ജീവിതത്തിലെ സർവനാശത്തിന്റെ കൊടുങ്കാറ്റായി ഞാൻ വരും. നിന്റെ കുടുംബവും അമ്മയും ഭാര്യയും മക്കളും മരുമക്കളും എല്ലാം ആ കൊടുങ്കാറ്റിൽ കടപുഴകി വീഴും. വീഴ്ത്തും ഞാൻ. നമ്മൾ തമ്മിൽ നേരിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് ഇനി അധികം സമയമില്ല. ഏട്ടാ, ആരാ വിളിച്ചേ? അയാൾ വരാൻ പോകുന്നു. ആര്? പുതിയ ശത്രു. ഇതുവരെ വന്നവരെക്കാൾ കരുത്തൻ. പണം കൊണ്ടും അധികാരം കൊണ്ടും ആരെയും കീഴടക്കാനും കൊല്ലാനും കഴിവുള്ളവൻ. MP വിഘ്നേശ്വർ. 3 പേരോടായിട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവിടിപ്പോ പ്രേമത്തിന്റെ സീസണാ. പ്രേമത്തിന്റെ സീസണോ? അല്ല, ഇതിനൊക്കെ സീസണുണ്ടോ? അതെ, അമരാവതിയിൽ ആ സീസൺ തുടങ്ങിക്കഴിഞ്ഞു.
ഞങ്ങള് ഭാര്യമാർക്കിനി നിങ്ങളില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാ നിങ്ങളോട് വരാൻ പറഞ്ഞേ. ദേ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ പറയുന്നത് പോലെ 3 പേരും കേട്ടോണം. അക്കാര്യത്തില് ഞങ്ങൾ 3 പേരും ഒറ്റക്കെട്ട. മനസ്സിലായോ? ഇതെന്താ പട്ടാള ഭരണോ? ആ, ഇനി കുറച്ചങ്ങോട്ട് പട്ടാള ഭരണം തന്നെയാ. ദേ ശ്രീയേട്ടാ, ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ ഒപ്പം നിൽക്കണം. മനസ്സിലായോ? കൂടെ നിന്ന് കാല് വാരരുത്. താര പറഞ്ഞത് കേട്ടല്ലോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ 3 പേരും ഞങ്ങൾ പറയുന്നത് പോലെ കേൾക്കണം. ശരി, കേൾക്കാം. കാര്യം പറ. നിങ്ങൾ 3 പേരും നിങ്ങളുടെ ഭാര്യമാരായ ഞങ്ങളെ സ്നേഹിക്കണം. ഇപ്പോ ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇപ്പൊ സ്നേഹിക്കുന്നത് പോലെ അല്ല. പിന്നെ DK ജ്യോതിയെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കണം. അല്ല, DK ജ്യോതിയെ സ്നേഹിക്കുന്ന പോലെ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കാറോ? അതെന്തിനാ? നമ്മളായിട്ട് സ്നേഹിച്ചാ പോരെ? പാടില്ല. മറി, അമരാവതിയിലെ സ്നേഹത്തിന് ഇപ്പൊ ഇത്തിരി ചൂട് കൂടുതലാ. ഇനി നിങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹം നിങ്ങളുടെ മനസ്സിൽ മാത്രം ഇരുന്നാ പോരാ, അത് പ്രകടിപ്പിക്കണം. ഇതെന്തൊരു പുലിവാല. പുലിവാലല്ല, സിംഹത്തിന്റെ വാലായാലും ഇതിലും നിങ്ങൾ പിടിച്ചേ പറ്റൂ. ഹലോ, മണ്ടത്തരം പറയല്ലേ താരേച്ചി. ഇവിടെ മനുഷ്യനെ നിന്നിരിയാൻ നേരമില്ല. അപ്പോഴാ അയ്യടാ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്ന് തിരിഞ്ഞേ പറ്റൂ, നേരെ ഉണ്ടാക്കിയേ പറ്റൂ. നിങ്ങളെ 3 പേരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതേ ചുമ്മാതല്ല, പ്രേമിക്കാനാ. ആ, പ്രേമിക്കാൻ. ഇപ്പൊ എല്ലാരും ഹാപ്പി ആയില്ലേ? അമ്മ പറഞ്ഞു നിങ്ങളുടെ ഭർത്താക്കന്മാരെ തിരിച്ചു വന്ന കാര്യം. അതെ, DK നിന്നെ അംഗീകരിച്ചു, ഞങ്ങളും അംഗീകരിച്ചു. പക്ഷെ നീ കാരണം ഞങ്ങൾക്കിപ്പൊ ജീവിക്കാൻ വയ്യാതായി. അതിനിപ്പോ ഞാനെന്ത് ചെയ്തു? നിങ്ങളുടെ ഭർത്താക്കന്മാരെ തിരിച്ചു വരണമെന്നല്ലേ ഞാനും ആഗ്രഹിച്ചുള്ളൂ. കാര്യമൊക്കെ ശരിയാ, പക്ഷെ നിങ്ങളുടെ ലവിന്റെ വോൾട്ടേജ് കുറച്ച് കൂടുതലാ. ഞങ്ങളുടെ മുന്നില് അതിന്റെ വോൾട്ടേജ് കുറച്ചേ പറ്റൂ. എന്ന് പറഞ്ഞാലേ ഇത്രയും ഷോ ഓഫ് വേണ്ടാന്ന് ഇപ്പൊ കാര്യം മനസ്സിലായോ? ജ്യോതി, ഇവര് പറയുന്നത് നിങ്ങളുടെ ഈ പ്രേമ പ്രകടനം കുറച്ചു കൂടുതലാണ്. ചിത്രയ്ക്കും ആ അഭിപ്രായം തന്നെയാണോ? എനിക്ക് അത്രയ്ക്ക് കടുപ്പിച്ച് അങ്ങനെയുള്ള അഭിപ്രായം ഇല്ല. പക്ഷേ ഇവരുടെ അഭിപ്രായം അനുസരിച്ച് നോക്കുമ്പോ നീ ഇങ്ങനെ അങ്ങും ഇങ്ങും തൊടാതെ രാഷ്ട്രീയക്കാര് പറയുന്ന പോലെ പറയാതെ കൃത്യമായിട്ടൊരു അഭിപ്രായം പറയ. അതോ ജ്യോതിയെ കണ്ടപ്പോ നിന്റെ മുട്ട് വിറച്ചോ? എന്താ ഇപ്പൊ നിങ്ങളുടെ ശരിക്കുള്ള പ്രശ്നം? ഏയ്, ഒന്നുമില്ല. കുറച്ച് അസൂയ, സത്യം പറഞ്ഞ അത്രേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ വിഷമം. മായേ, സ്നേഹം ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാ. ഒരാൾക്ക് മറ്റൊരാളോടുള്ള സ്നേഹം അത് അനുഭവിക്കാനുള്ളതാ. പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് ഒരു വിലയില്ല ഇവിടെ. താര, സ്വന്തം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയാത്തവരാ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നത്. ഞങ്ങൾ ആരും എങ്ങോട്ട് എത്തി നോക്കുന്നില്ല. പക്ഷേ സിനിമ പോലെ ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ അത് കണ്ടില്ലെന്ന് വയ്ക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ പറ്റും? നിങ്ങളുടെ പ്രേമോ സ്നേഹപ്രകടനമൊക്കെ ബെഡ്റൂമിൽ. നമുക്ക് എല്ലാവർക്കും കൂടി എന്തെങ്കിലും ഒരു ബിസിനസ് കണ്ടുപിടിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബിസിനസ്സുകളായിരിക്കണം അത്. ശ്രീയേട്ടാ, ആ ബാംഗ്ലൂരിലെ റെസ്റ്റോറന്റ് നമുക്കിങ്ങ് തരാൻ പറഞ്ഞാലോ? എന്തു പറയുന്നു? ഏയ്, അത് വേണ്ട. അത് ശരിയാവത്തില്ല. ഇനി നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോയാൽ ശരിയാവത്തില്ല. അതെന്താ? അല്ല,
അത് ശരിയാവത്തില്ല. അതുകൊണ്ട് അതെന്താ അവിടെ കച്ചവടമില്ലേ? അല്ല, അവിടെ കച്ചവടമൊക്കെ ഉണ്ട്. പക്ഷേ ബാംഗ്ലൂർ നമുക്ക് പറ്റിയ സ്ഥലമല്ല. അത് വേറെ സ്റ്റാഫിനെ വെച്ച് നടത്തുന്നതാണ് നല്ലത്. എന്നാ പിന്നെ നമുക്ക് വേറെ ബിസിനസ് കണ്ടുപിടിക്കണം. ഞാനും ചില ബിസിനസ്സുകൾ ആലോചിക്കുന്നുണ്ട്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയാലോ എന്നാ എന്റെ ആലോചന. എനിക്ക് തോന്നുന്നത് നിങ്ങൾ 3 പേരും കൂടി ഒറ്റയ്ക്കൊറ്റയ്ക്ക് ബിസിനസ് നടത്താതെ ഒരുമിച്ച് എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തുന്നത് നല്ലതെന്നാ. ഓ, അത് വേണ്ട. ഒറ്റയ്ക്കൊറ്റയ്ക്കാവുമ്പോ അവരവരുടെ സ്വാതന്ത്ര്യത്തിന് എന്ത് ബിസിനസ് വേണമെങ്കിലും ചെയ്യാലോ. എന്റെ ശ്രീയേട്ടന്റെ അഭിപ്രായം. സ്വതന്ത്രമായി വളരാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതാ നല്ലത്. സഹോദരങ്ങൾ എപ്പോഴും പരസ്പരം സഹായിക്കുമല്ലോ, അത് മതി. ഒറ്റയ്ക്കാവുമ്പോ 3 പേർക്കും 3 ബിസിനസ് ആവുകയും ചെയ്യും. സത്യം പറഞ്ഞ ജ്യോതിയാ DKയുടെ മാറ്റത്തിനെല്ലാം കാരണം. നമ്മൾ നന്ദി പറയേണ്ടത് ശരിക്കും ജ്യോതിയോടാ. DK ഇത്രയ്ക്ക് മാറ്റിയെടുത്തത് ജ്യോതിയാ. അതൊക്കെ ശരി തന്നെ എന്ന് കരുതി അവളുടെ അടിമയാകാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അടിമയാകണമെന്ന് ആര് പറഞ്ഞു? ജ്യോതി പറഞ്ഞോ? നീ ഇനിയും നിന്റെ മനസ്സിലെ നെഗറ്റീവായ ചിന്തകള് കുറച്ചുകൂടി മാറ്റണം. എനിക്കും ജ്യോതിയോട് എതിർപ്പുണ്ടായിരുന്നു, ശത്രുതയുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ മാറ്റി DK അംഗീകരിച്ചു കഴിഞ്ഞപ്പോ ജ്യോതിയെ ഞാനും അംഗീകരിച്ചു. ഇപ്പോഴും നിന്റെ മനസ്സ് ജ്യോതിയെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നമുക്ക് ജ്യോതിയോടുള്ള ശത്രുതയൊക്കെ വിടാം. നമുക്ക് സ്വന്തമായി ബിസിനസ് തുടങ്ങി ഒരു നല്ല നിലയിൽ എത്തിച്ചേരുന്നതിനെ കുറിച്ച് മാത്രം ആലോചിക്കാം. ഒരു കാര്യം ചെയ്യാം, ഇന്ന് രാത്രി എല്ലാവരും അവരവരുടെ ബിസിനസിനെ കുറിച്ച് ആലോചിക്കണം. നാളെ അവരവരുടെ ബിസിനസിനെ കുറിച്ച് പരസ്പരം സംസാരിക്കണം. എന്നിട്ടൊരു ധാരണയിലെത്തണം. എന്തു പറയുന്നു? സമ്മതിച്ചു, അതാ നല്ലത്. ഇപ്പോ നമ്മളൊക്കെ സ്വതന്ത്രരായ മുതലാളിമാരാവാൻ പോകുന്നു. മുതലാളിമാര്? പിന്നല്ലാതെ, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരെ മുതലാളി എന്നല്ലാതെ പിന്നെ എന്താ പറയാ? ഇന്നത്തെ കാലത്ത് മുതലാളി ചമഞ്ഞ് ജീവിക്കാനൊന്നും പറ്റില്ല. തൊഴിലാളികളുടെ കൂടെ പട്ടികളെ പോലെ പണിയെടുക്കണം. എന്നാലേ ഒരു ബിസിനസ് നിലനിർത്താൻ പറ്റൂ. നിങ്ങൾ തമ്മിൽ ആശയക്കുഴപ്പമൊന്നും ഉണ്ടാവാതിരുന്നാ മതി. എല്ലാവർക്കും അവരവരുടേതായ ഒരു ബിസിനസ്, അതിലൂടെയുള്ള നമ്മുടെ വളർച്ച, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഏട്ടൻ എന്താ ഇത്ര താമസിച്ചേ? ഞാൻ എത്ര നേരിട്ട് കാത്തിരിക്കുന്നു എന്നറിയോ? അല്ല, ഏട്ടൻ ഓഫീസിൽ നിന്ന് എപ്പോഴാ ഇറങ്ങിയേ? എന്തേ? അല്ല, ഓഫീസിൽ നിന്ന് ഇവിടെ വരെ ഇത്ര സമയം വേണോ? ഓഹോ, നീ അതൊക്കെ കണക്കൂട്ടിയിരിക്കണോ? പിന്നല്ലാതെ, എനിക്ക് വേറെ എന്താ കണക്കൂട്ടാനുള്ളേ? നീ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കണക്കൂട്ടണ്ട. അല്ല, നീ എന്താ ഡള്ളായിട്ടിരിക്കുന്നേ? ഞാൻ ഡള്ളൊന്നുമല്ല. അപ്പൊ പിന്നെ എന്നെ കാത്തു നിന്നെ ടെൻഷൻ ആയിരിക്കും. ബാക്കിയൊക്കെ മുറി ചെന്ന് പറയാം. വാ. ഈശ്വര, ഒരു സമയത്തും വെറുതെ വിടില്ലല്ലോ. ജ്യോതി, എന്റെ മോനേച്ചി, ഇതൊക്കെ ഇവളുടെ അടവാ. കണ്ടില്ലോ, ഡേക്കാളുടെ കാല് തിരുമുന്നു. ഷോന്ന് പതുക്കെ പറ, ഡേക്ക് കേൾക്കും. താരേച്ചി പറഞ്ഞ ശരിയാ, ഇത്തിരി ഓവറാന്നാ എനിക്കും തോന്നുന്നു. അയ്യോ, നമുക്ക് റൂമിലേക്ക് പോവാം. ഞാൻ പിടിച്ചോളാം. വാ. അയ്യോ, കാല് നടക്കാൻ പറ്റുന്നില്ലേ? ഓ, വാ. താരെ, നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇത് സിനിമയും സീരിയലും നോവലൊന്നും അല്ല. ഇത് ജീവിതം കേട്ടോ. ഇവിടെ ഒരാളെ സ്നേഹിക്കുന്നത് പോലെ വേറൊരാളെ സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞാ അതൊന്നും പറ്റില്ല. എനിക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ പറ്റൂ. അല്ലാതെ മറ്റൊരാള് അയാളുടെ ഭാര്യയെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ എങ്ങനെ നിന്നെ സ്നേഹിക്കും? പറ്റണം, പറ്റിയേ പറ്റൂ. ഈശ്വര, ഇതുപോലൊരു കോന്തനാണല്ലോ എനിക്ക് ഭർത്താവായി കിട്ടിയത്. നിങ്ങൾ ചിരിക്കണ്ട. നിന്റെ ഈ മണ്ടത്തരം കേട്ടാ പിന്നെ ചിരിക്കാതെ ഞാൻ എന്ത് ചെയ്യും?
ചെയ്താലും വേണ്ടില്ല. മറ്റുള്ളവരുടെ മുമ്പില് എനിക്ക് എന്റെ അഭിമാനം നിലനിർത്തിയേ പറ്റൂ. ഈ വീട്ടിലെ മൂത്ത മരുമകള് യഥാർത്ഥത്തിൽ ഞാനാ. ഞാൻ വന്നതിന് ശേഷമാ ബാക്കി എല്ലാവരും വന്നത്. DK ഇപ്പൊ കാണിക്കുന്ന സ്നേഹവും പ്രകടനവും ഒക്കെ കഴിഞ്ഞ ഒരു കൊല്ലം എന്തേ കാണിച്ചില്ല? അതിന് കഴിഞ്ഞ ഒരു കൊല്ലം അവർ കല്യാണം കഴിച്ചെങ്കിലും ഒരുമിച്ച് ജീവിച്ചില്ലല്ലോ. അവര് തമ്മിൽ സ്നേഹത്തിലായിരുന്നില്ലല്ലോ. ആണല്ലോ, അത് കറക്റ്റ് ആണല്ലോ. ഇപ്പൊ അവര് സ്നേഹിച്ചു തുടങ്ങി, ഇഷ്ടം പോലെ സ്നേഹിക്കുന്നു. അവരുടെ സ്നേഹത്തിന് ഒരു മറയുമില്ല. ശ്രീയേട്ടനും അങ്ങനെ തന്നെ എന്നെ സ്നേഹിക്കണം. എന്റെ ദൈവമേ, എന്തൊരു കുരിശായത്. ഇത് വെറും കുരിശല്ല, ഇരുമ്പ് കുരിശ. എന്റെ ചിത്രം, നീ എന്തൊക്കെയായി പറയുന്നേ? ഞാനും ഒരു പെണ്ണല്ലേ ബാലു, എനിക്കും ആഗ്രഹങ്ങളില്ലേ? എന്റെ ഭർത്താവ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണമെന്നല്ല ഞാൻ ആഗ്രഹിക്കൂ. ഓഹ്, അതിന് സ്നേഹത്തിന് കുറവൊന്നും ഇല്ലല്ലോ. പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് ഒരു വിലയുമില്ല ബാലു. ബാലുവിന്റെ സ്നേഹം മുഴുവൻ മനസ്സിലാ, എന്നോടൊരു സ്നേഹവും കാണിക്കുന്നില്ല. ഞാൻ നിന്നോട് ഇനി എന്ത് സ്നേഹമാണ് കാണിക്കേണ്ടത് ചിത്ര? നിങ്ങളെ ഒട്ടും റൊമാൻറ്റിക് അല്ല. ഇടി, എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ. എനിക്ക് ഞാനായിട്ടല്ലേ ജീവിക്കാൻ പറ്റൂ. ഞാൻ എന്റെ ഭാര്യ സ്നേഹിക്കുന്നതിന് എനിക്ക് എന്റേതായ രീതികളുണ്ട്. എന്റെ മനസ്സിലുള്ളത് പോലെയല്ലേ എനിക്ക് എന്റെ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റൂ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ചിത്ര, ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് അറിയുന്നില്ലല്ലോ. അത് എന്റെ തെറ്റല്ല ചിത്ര. തെറ്റിക്കും, എല്ലാം ഞാൻ തെറ്റിക്കും. എന്റെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിലെ മുഴുവൻ കണക്ക് കൂട്ടലും തെറ്റിക്കും. ദേ, എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. എന്റെ താരേ, നീ ഈ വീടൊരു യുദ്ധക്കളോ ആക്കല്ലേ. ആക്കും. വേണമെങ്കിൽ വാൾപ്പയറ്റും കളരിയും എല്ലാം നടത്തും, ചതി യുദ്ധവും നടത്തും. ഓർത്തോ, എന്നെ സ്നേഹിക്കാത്ത നിങ്ങളെ ഞാൻ ഈ വീടിന്റെ പുറത്തേക്ക് വിടില്ല. ഞാൻ പറയുന്നത് എന്താ ശ്രീയേട്ടന് മനസ്സിലാവാത്തത്? എനിക്കും മനസ്സിലാവുന്നുണ്ട് മായേ. ഇല്ല, ഒട്ടും മനസ്സിലാവുന്നില്ല. DK ജ്യോതിയോട് എങ്ങനെ പെരുമാറുന്നെന്ന് നിങ്ങളും കണ്ടതല്ലേ? അതുപോലെ ശ്രീയേട്ടൻ എന്നെയും സ്നേഹിക്കണം. അമ്മേ, എന്താ അമ്മ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നേ? അതെ, ഞാൻ അതെ, അതല്ല, എന്നെ ആരോ വിളിച്ചതുപോലെ. ഞാൻ പോട്ടെ, പെട്ടെന്ന് വരാമേ. പോയിട്ട് പെട്ടെന്ന് വരാമെന്നോ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? പിന്നെ എന്തിനാ അമ്മ ഇങ്ങോട്ട് വന്നത്? അല്ല, അതാ ഇപ്പൊ ഞാനും ഓർക്കുന്നത്. ഞാനിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മോളെ, ഞാൻ എന്തിനാണ് ഇപ്പൊ വന്നേ? എന്തിനാ ഏട്ടാ? എന്റെ അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ വന്ന എന്ത് ലക്ഷം മറന്നു പോയല്ലോ. ഓർക്കുമ്പോ പറയാം. അതെ, താഴെ ഭക്ഷണം കഴിക്കാൻ പാ, അതിനാ വന്നേ. ഓക്കെ, വരുന്നു. പാവം അമ്മ, അറിയാതെ മുറി കയറിപ്പോയതിന്റെ വെപ്രാളോ. ഏട്ടാ, ഞാനൊരു ഐഡിയ പറയട്ടെ. നമുക്ക് വാതിൽക്കൽ ഒരു കോളിംഗ് ബെൽ വെച്ചാലോ? ഇങ്ങനെയാണെങ്കിൽ വെക്കേണ്ടി വരും. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. മതി, കാര്യമൊക്കെ പറഞ്ഞത് മതി. ഭക്ഷണം കഴിക്കാൻ വാ, ഇല്ലെങ്കിലേ അമ്മ എന്താ. ഞാനങ്ങ് നാണിച്ചു പോയി അവരുടെയൊക്കെ ചോദ്യം കേട്ടപ്പോ. എന്താ അവര് ചോദിച്ചത്? അല്ല, നമ്മളിവിടെ ഇരുന്ന് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ അവരെല്ലാം അന്തം വിട്ടുപോയി. അമ്മയുടെ മുഖത്ത് മാത്രം നല്ല സന്തോഷം ഉണ്ടായിരുന്നു. താഴെ പോയി എല്ലാവരോടൊപ്പം ഇരുന്ന് കഴിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എന്തോ ഇന്നിവിടെ ഇരുന്ന് കഴിക്കാൻ തോന്നി, അത്രേ ഉള്ളൂ. ജീവിതത്തിൽ എല്ലാ ദിവസവും അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നല്ലേ. ഇന്നൊരു ദിവസം ഈ സമയം തനിക്ക് വേണ്ടി മാറ്റിവെക്കാൻ തോന്നി. ഇവിടെ ഈ ബാൽക്കണിയിൽ
തന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ. എന്തോ എനിക്കങ്ങനെ തോന്നി. ഏട്ടൻ കഴിക്കാം. ഞാൻ മാത്രം, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഇങ്ങനൊരു ദിവസമൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. ഇപ്പൊ ആ വിചാരമൊക്കെ മാറിയില്ലേ? എല്ലാം മാറി. ഏട്ടനെ കുറിച്ചുള്ള എന്റെ എല്ലാ കാഴ്ചപ്പാടുകളും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. ജീവിതമല്ലേടോ, ഓരോ സമയത്തും ഓരോരുത്തരെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ഓരോരുത്തരെ കുറിച്ചുള്ള ചിന്തകളും മാറി മറിഞ്ഞു വരും. കാരണം പ്രകൃതിയും ചുറ്റുപാടുകളും മാറുന്നതിനനുസരിച്ച് മനുഷ്യനും മാറും, അവന്റെ ചിന്തകളും സ്വപ്നങ്ങളും എല്ലാം മാറും. കഴിക്കും. കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് കൂടെ ഇല്ലാത്ത ഭാര്യയുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് കഴിഞ്ഞ കുറച്ചു നാളായിട്ട് ഞങ്ങള് പഠിച്ചോണ്ടിരിക്കുക. ഇനി അത് പറ്റില്ല. ഞങ്ങൾക്കുടനെ അമ്മമാരായേ പറ്റൂ. പറ്റില്ലെന്ന് പറഞ്ഞ മൂക്കടിച്ച് പരത്തും ഞാൻ. എനിക്ക് അമ്മയായേ പറ്റൂ. ഞാനൊന്ന് പറയട്ടെ? വേണ്ട, നിങ്ങളൊന്നും പറയണ്ട. ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. ഇതെന്താ സൂപ്പർ മാർക്കറ്റിൽ പോയി ഫ്രഷ് പച്ചക്കറി വാങ്ങിച്ചോണ്ട് വരുന്ന പോലെയാണോ? ഇടി, ഇതൊരു കുഞ്ഞിന്റെ കാര്യമാ. നീ ഇങ്ങനെ മണ്ടത്തരം പറയല്ലേ ചിത്ര. ഞാൻ ഈ പറയുന്നത് മണ്ടത്തരം അല്ല ബാലു. എന്താ മാത്രമായിട്ട് എടുത്ത തീരുമാനം അല്ലത്. പിന്നെ ഞങ്ങള് 3 പേരും കൂടെ എടുത്ത തീരുമാനാ. നീയൊക്കെ ഇത് എന്തിനുള്ള പുറപ്പാടാ? സമ്മതിച്ചു, നീ പറഞ്ഞതൊക്കെ സമ്മതിച്ചു. ഈ വീട്ടില് ജ്യോതിക്ക് മുമ്പേ കല്യാണം കഴിച്ചു വന്നവരാ നിങ്ങൾ 3 പേരും. എന്ന് വെച്ച് അവൾക്ക് മുന്നേ അമ്മമാരാകണമെന്ന് വെച്ചാ അതൊക്കെ നമ്മുടെ കയ്യിലാണോ? ദൈവത്തിന്റെ തീരുമാനമല്ലേ? ദേ, ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങള് പറയും പോലെ കാര്യം നടന്നില്ലെങ്കിൽ 3 എണ്ണത്തിന് ഞങ്ങൾ ശരിയാക്കും. സത്യമ്മ, എന്റെ പെറ്റമ്മ ഇല്ലാന്നുള്ള ദുഃഖം മാറിയത് അമ്മയുടെ അടുത്ത് വന്നപ്പോഴാ. മോളെ, എല്ലാവരും പറയും അമ്മായിയമ്മയ്ക്ക് ഒരിക്കലും അമ്മയാവാൻ കഴിയില്ലെന്ന്. പക്ഷേ കഴിയുമെന്ന് എന്റെ ഈ അമ്മ തെളിയിച്ചു. അമ്മയെപ്പോലൊരാളുടെ മകനായി പിറന്നതാ ഏട്ടന് കിട്ടിയ ഏറ്റവും വലിയ പുണ്യം. ആ പുണ്യത്തിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയതാ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. മൈ ലിറ്റിൽ കണ്ണ, ഇവളെ പോലൊരു ഡോട്ടറെ എനിക്ക് തന്നല്ലോ. ഐ ആം ഹാപ്പി കണ്ണ, വെരി വെരി ഹാപ്പി. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ. എന്നാ താനൊന്ന് പുറത്തേക്ക് വാ.
എനിക്കൊന്നും വയ്യ, ഞാൻ വരത്തില്ല. ദേ, വന്നില്ലെങ്കിൽ കഥക് ചവിട്ടി തുറന്ന് അകത്തേക്ക് വരും. എനിക്കിപ്പൊ തന്നെ കാണണം. അയ്യോ, നമുക്ക് രാവിലെ കാണാം. പറ്റില്ല, എനിക്കിപ്പൊ കണ്ടേ പറ്റൂ. എന്തൊരു നിർബന്ധമായിട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ, വരാം, ഞാൻ വരാം. ഏട്ടനെവിടെയാ? ഞാൻ മുറിയിലുണ്ട്. അപ്പോ സ്വാമിയുടെ കണ്ണ് വെട്ടിച്ചെങ്ങനെയാ? സ്വാമിയുടെ കണ്ണേ ഇന്നിനി വെട്ടില്ല. താൻ ഇറങ്ങ. ഏട്ടോ, ഹലോ. ഈശ്വര, അമ്മ ഉണരുമെന്തോ. ഏട്ടനാന്ന് തോന്നുന്നു. വന്നേ. എന്താ നീ ഇങ്ങോട്ട് വന്നേ. അയ്യോ, ആരെങ്കിലും കാണും? ആര് കാണില്ല, താൻ ഇങ്ങോട്ട് വന്നേ. എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. അമ്മ എങ്ങാണ്ട് ഉണർന്ന എന്തൊരു നാണക്കേടാന്നറിയൂ. നീ ധൈര്യമായിട്ടിരിക്കാം. അമ്മ ഉണരില്ലെന്നേ. അമ്മ ഉണർന്നത് പോട്ടെ, ആ സ്വാമി എങ്ങാനും ഉണർന്നാലുണ്ടല്ലോ അപ്പ ചാടി വരും പറഞ്ഞേക്കാം. ഇല്ല, ഈ രാത്രി സ്വാമി ഇനി ഉണരുകയില്ല. അതെന്താ? ഇങ്ങോട്ട് നോക്കി, സ്വാമിക്ക് വല്ല ഉറക്കവിളിയും കളിക്കി കൊടുത്താ? എന്റെ ഈശ്വരാ, എന്റെ പൊന്നേട്ടാ, ഇവിടെ എങ്ങാനും വെച്ചാ സ്വാമിക്ക് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ കൊലക്കേസിലെ പ്രതിയായിട്ട് അകത്തു പോവും പറഞ്ഞേക്കാം. അത്രയ്ക്കൊന്നുമില്ലടോ, ഒരു ചെറിയ ഡോസ്. ഒരു 4 മണിക്കൂർ നേരത്തേക്ക് ഉണരാതിരിക്കാനുള്ള ഒരു കുഞ്ഞു ഡോസ്. ദുഷ്ടനാ നിങ്ങള്. ദുഷ്ടത്തിന് സ്വാമി നമ്മോടല്ലേ കാണിക്കുന്നത്. അതെ, സംസാരിച്ചിരിക്കാൻ സമയമില്ല. തമ്പാ. ഇങ്ങോട്ട്. ഹലോ മൈ സൺ, ഹൗ ആർ യു? വാട്ട് ഈസ് ദിസ്? ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ആ സ്വാമിയുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. ഇതിലും ഭേദം ജയിൽ ശിക്ഷയായിരുന്നു. നോ മൈ സൺ, നോ കളിയാക്കൽ. ഹി ഈസ് വെരി ഗ്രേറ്റ്. എടാ, കാണുന്ന പോലെയല്ല, അയാളെ പുലിയാ, പുലി. സമ്മതിച്ചു. അല്ല, അതൊക്കെ പോട്ടെ.
അമ്മ എന്താ പറയാൻ വന്നത്? മൈസൺ, ദിസ് ഡേ ഗോ ഓൺലി 1 ഡേ. ഇന്നത്തെ ദിവസം നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണം. അമ്മ എന്തൊക്കെ ദാനധർമ്മങ്ങളാ ചെയ്യണ്ട? ക്ഷേത്രത്തില് അന്നദാനം നടത്തണം. ഭിക്ഷക്കാർക്ക് അന്നവും വസ്ത്രവും നൽകണം. ആരെങ്കിലും ഒരു സഹായം ചോദിച്ചുകൊണ്ട് വന്നാ അവരെ ഹെൽപ്പും ചെയ്യണം. അമ്മ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും ദാനം ചെയ്യാം. എന്നാലേ വേഗം റെഡിയാകും. അമ്മ നടന്നു, ഞങ്ങൾ റെഡിയായിട്ട് വരാം. ഓക്കെ. സൂപ്പർ. മൈ ലിറ്റിൽ കണ്ണാ, ഇവരെന്താ ചെയ്യുന്നെന്ന് ഇവർക്ക് ഒരു പിടിയുമില്ല. ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ. ആ മക്കളെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതിനും നേർച്ച നടത്തുന്നതിനും ഒരു കുഴപ്പവും ഇല്ല. നല്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ചാലേ കിട്ടൂ. അതൊക്കെ ഈ അമ്മയ്ക്ക് അറിയാം. പക്ഷേ അതൊന്നും ഈശ്വരന്റെ മുന്നിൽ ഒരു മത്സരമാക്കി മാറ്റരുത്. അത്രേ ഈ അമ്മയ്ക്ക് പറയാനുള്ളൂ. അമ്മ വിഷമിക്കണ്ട. എത്ര പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മുടെ തലയിൽ എഴുതിയിരിക്കുന്ന പോലല്ലേ നടക്കൂ. പിന്നെ ഇവരുടെ കൂടെ പുറത്തു ചാടാൻ ഒരു അവസരം കിട്ടിയോണ്ടാ ഞാൻ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയത്. ഓഹോ, അപ്പൊ നീ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ ഇറങ്ങിയതല്ലേ? പ്രാർത്ഥനയൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെയാ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മളെല്ലാരും കൂടി ഒന്ന് പുറത്തു പോകുന്നതല്ല എന്റെ സന്തോഷം. ഓക്കെ ബോയ്സ്, യു ക്യാൻ ഗോ. മകൾസ്, പോയിട്ട് വരൂ. അതെ, എല്ലാരും ഈശ്വരനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോ ഈശ്വരൻ നല്ല കുഞ്ഞുങ്ങളെ തരും. പോയിട്ട് വാ, പോയിട്ട് വരും മക്കളെ. പോയിട്ട് വാ. ശരി. മൈ ലിറ്റിൽ കണ്ണ, ഇവളുമാർ എന്തൊക്കെയായി കാണിക്കുന്നേ? അതിനകത്ത് തുള്ളാനും 3 കോന്തന്മാരും. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കോന്തം കൊല്ലത്ത് പോയ പോലെ ആയി തീരുവോ? എന്റെ കണ്ണാ, നീ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ. അവർക്കും കിട്ടട്ടെ നല്ല കുഞ്ഞുങ്ങളെ. എന്നിട്ട് അവരെല്ലാരും കൂടി മുറ്റത്ത് ഓടിച്ചാടി നടക്കട്ടെ. മൈ ലിറ്റിൽ കണ്ണ, ഇന്നത്തെ ഡേ കൂടെ കഴിഞ്ഞാൽ ഇന്നവരുടെ ശാന്തി മുഹൂർത്തമാണ്. ബ്യൂട്ടിഫുൾ ആയ ഒരു ലൈഫ് അവർക്ക് ഡെലിവറി ചെയ്യണേ കണ്ണ. എന്തായാലും ആ ഗജനാനന്ദ സ്വാമികൾ വന്നത് വളരെ ഹെൽപ്പായി. അദ്ദേഹം ഇപ്പോ പുറത്തോട്ട് പോയിരിക്കുക. നിങ്ങൾ തമ്മില് ഒന്ന് മീറ്റ് ചെയ്യുന്നത് നല്ലതാ. ഒരുപാട് നല്ല ഐഡിയ ഉള്ള ആളാ. വേണമെങ്കില് അയാളുമായിട്ട് ഒരു ടോക്ക് ഷോ വെച്ചാലോ? ദേ, അവര് വന്നെന്നാ തോന്നുന്നേ. കണ്ണാ, ദേ എന്റെ കൂടെ നിന്നേക്കണേ. ആ മക്കളെ, നേർച്ചകളൊക്കെ പറഞ്ഞോലൊക്കെ തന്നെ ചെയ്തല്ലോ അല്ലേ? അമ്മ പറഞ്ഞൊക്കെ ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് അമ്മയുടെ ലിറ്റിൽ കണ്ണനാ. അമ്മ, നഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതിയ ജീവിതം ഈ കണ്ണൻ എനിക്ക് തിരിച്ചു തന്നത്. മണിവർണ്ണ സ്വാമികളുടെ പ്രവചനം സത്യമായി വരാൻ സ്വാമികൾ പറഞ്ഞ എല്ലാ നേർച്ചകളും ദാനധർമ്മങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ വേണം തീരുമാനിച്ചത് ഈശ്വരനാ. നിങ്ങൾ പരസ്പരം ലവ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും സൂപ്പറായ കാര്യം. അല്ലമ്മേ, ആ ഗജരാജാനന്ദ സ്വാമികളോട് പോയി. സ്വാമികളൊന്ന് പുറത്തോട്ട് പോയതാ, ഉടനട്ടങ്ങ് വരും. മക്കളെ എന്നാ വല്ലതും കഴിക്കേ. എന്റെ കണ്ണ,
വായിട്ടാ. കണ്ണ, എന്നും ഇതുപോലെ ലവ് ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് നീ അവരെ ഹെൽപ്പ് ചെയ്യണേ എന്റെ കണ്ണ. ഒരു നല്ല ഉണ്ണിക്കണ്ണനെ അമരാവതിയുടെ അവകാശിയായി നീ എനിക്ക് തന്നേക്കണേ എന്റെ കണ്ണ. മൈ ലിറ്റിൽ കണ്ണ, എന്റെ കൃഷ്ണ. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് അത് വിഷമാവൂടും. നമ്മൾ എത്ര വലുതായാലും അമ്മമാർക്ക് എന്നും നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ തന്നെയാ. അയ്യടാ, ഒരമ്മ സ്നേഹം. എന്നാലേ ഇത് അമ്മ തന്നയിച്ചതല്ല, ഞാൻ കാഴ്ചയതാ. എടി നിന്നെ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഓ അതെ പോടുന്നു. എടി, നിനക്ക് ഞാൻ എന്താ സമ്മാനം തരേണ്ടത്? സമ്മാനോ? എന്തിന്? ശാന്തി മുഹൂർത്തത്തിന് ഇനി ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതിനാണോ സമ്മാനം തരുന്നത്? ഭാര്യയെ സമ്മാനങ്ങൾ നൽകി സന്തോഷിപ്പിക്കണമെന്നും സ്വാമി പറഞ്ഞായിരുന്നു. പറ, എന്തു വേണം? ഒന്നും വേണ്ട. എപ്പോഴും ഏട്ടൻ എന്റെ കൂടെ ഉണ്ടായാ മാത്രം മതി. ഓ ആ, എന്നാ പിന്നെ അല്ല, നീയല്ലേ പറഞ്ഞ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവണം. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. പോയ ഓഫീസിൽ പോയ നാളെയും പോവാൻ.